RCB കൊടുങ്കാറ്റിൽ ഡൽഹിക്ക് ഓർമ്മകളിൽ നിന്നും മറവിയിലാണ്ടുപോകാത്തൊരു ദുരന്ത രാത്രി. മണ്ണ് ഡൽഹിയുടേതാണ്, മൈതാനവും. എന്നാൽ പടിതാർ പടയ്ക്കെല്ലാം ഒരുപോലെ തന്നെ. സ്വപ്നമെന്ന് ചിന്തകളിൽ ഉണരാൻ വരട്ടെ. വെട്ടിപ്പിടിച്ച സിംഹാസനം അരക്കെട്ടുറപ്പിക്കാൻ എന്തിനും പോന്നവർ ഇവിടെ തീർത്തത് സമാനതകളില്ലാത്ത അതിശയരാവാണ്. ഇങ്ങനെയും ആർത്തലച്ചൊരു പേമാരിയ പന്തുകളിൽ RCBക്ക് പരിചിതമല്ലാത്തതാണ്. പക്ഷേ നിരർത്ഥകരാവുകളിൽ ചങ്കുറപ്പ് മാത്രം അവർ പഠിച്ചു. ഫലം ഭയം ചേക്കേറാതെ പൊരുതാനിറങ്ങുന്നൊരു വല്ലാത്ത സംഘം. സ്കോർ ബോർഡിൽ റൺസ് ഏത് വിക്കറ്റ് ഏതെന്ന് ഒരു നിമിഷം സംശയം ജനിച്ചേക്കാം. 8 റൺസുകളിൽ വിക്കറ്റ് 6. അസാമാന്യ അത്ഭുതമെന്നോണം RCB വിപ്ലവജ്വാലയിൽ ഡൽഹി വീണു. നിങ്ങളൊരു വിന്റേജ് ഭുവിയെ ഓർക്കുന്നുണ്ടോ? പിന്നിട്ട വഴികളിലൊന്നും നഷ്ടപ്പെടാതെ പ്രതിഭയെ അയാളിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. രണ്ടാം പന്തിൽ വശ്യമായൊരു യോർക്കറിൽ സലിൽ വീണു. ഭുവി തുടങ്ങിവെച്ചത് ഏറ്റെടുത്ത ഹൈസൽവുഡ് ആദ്യ പന്തിൽ രാഹുലിനെയും പറഞ്ഞയച്ചു. ഇനിയെല്ലാം സംഭവിച്ചതിന്റെ തനിയാവർത്തനം 10 മടങ്ങ് വീര്യത്തിൽ ഡൽഹിയിലാകെ അലയടിച്ചു. പഞ്ചാബിനോട് ഡൽഹി നേടിയത് 264 പക്ഷേ യഥാർത്ഥ പോരാളികൾക്ക് മുന്നിൽ ചരിത്രത്തിന്റെ ആത്മവിശ്വാസം കാവലാവില്ലല്ലോ. ഭുവനേശ്വറും ഹൈസൽവുഡും രാഖിമിനിക്കിയൊരു ബൗളിംഗ് മൂർച്ചയിൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ പുതുചരിത്രമെഴുതി. പെർഫെക്ഷൻ അതിന്റെ അങ്ങേയറ്റം പന്തെറിഞ്ഞ വജ്രായുധങ്ങളിൽ നിലം തൊടാതെ അക്സറിന്റെ ഡൽഹി പടചാരമായി. 2 അക്കം തൊടാതെ ഡൽഹിയുടെ 6 കരുത്തർ വീണു. അഭിഷേക് പോറലും മില്ലറും ചേർന്ന് 18 അടവും പയറ്റിയാണ് പിടിച്ചു നിന്നത്. പോറലിന്റെ 30 മാത്രം നാണക്കേടിന്റെ പടുകുഴിയിൽ നിന്നവർക്ക് തുണയായി. 3.3 ഓവറുകളിൽ ഹൈസലിന്റെ വിക്കറ്റ് 4. 3 ഓവറുകളിൽ വെറും 5 റൺസുകൾ വിട്ടു നൽകി ഭുവിയുടെ വിക്കറ്റ് 3ന്റെ പൊൻതിളക്കം. എന്നെന്നും വിമർശനങ്ങളിൽ വീണുടഞ്ഞ ബൗളിംഗ് യൂണിറ്റ് ഇനി RCBക്ക് അങ്ങ് മറന്നേക്കാം. ഏത് വീറുറ്റ വിഖ്യാത കോട്ടകളും തകർക്കാൻ പോന്നവർ ഇന്ന് ആ സംഘത്തിലുണ്ട്. ഒപ്പം ഊർജമാകാനൊരു രാജാവും. വിശ്വം ജയിക്കാൻ പിന്നവർക്ക് എന്താണ് വേണ്ടത്? 75-ൽ ഡൽഹി വീഴുമ്പോൾ ഒന്നുറപ്പാണ്, ഇനി ഏത് ബാറ്റിംഗ് നിരക്കും അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വിനാശം വിതച്ച RCB ഭയം വിതയ്ക്കും. അതത്രത്തോളം ടീം സ്പിരിറ്റിന്റെ ഡെഡിക്കേഷന്റെ അങ്ങേയറ്റമാണവർ. മറുപടിക്കിറങ്ങി RCBക്ക് ജയത്തിനധികം കാത്തിരിക്കാൻ മനസ്സിലായിരുന്നു. ആദ്യം ജേക്കബ് ബേദലിന്റെ ത്രസിപ്പിക്കൽ, പിന്നെ അങ്ങോട്ട് പടിതാർപ്പടയിലെ പടിക്കലിന്റെ വെടിക്കെട്ട്. സിക്സറുകൾ കൊണ്ട് വിരാട വീര്യത്തിൽ എല്ലാം അങ്ങ് അവസാനിപ്പിച്ചു. പടിക്കലിന്റെ 34, കോഹ്ലിയുടെ 23, ജേക്കബ് ബേദലിന്റെ 20. വിക്കറ്റ് 9 ബാക്കി നിൽക്കെ ഡൽഹിയും കടന്നവർ മുന്നോട്ടാണ്. നേടിയിട്ട് മടങ്ങാത്ത കിരീട അഭിനിവേശം അവരെ പോരാളികളാക്കി. ഇനിയുള്ള കാത്തിരിപ്പ് പഞ്ചാബിനോടൊന്ന് നേർക്കുനേരാണ്. വീഴാൻ മനസ്സില്ലാത്തവരുടെ വീറുറ്റ പോരാട്ടത്തിനാണ് കാത്തിരിപ്പ്.